വി ഡി സതീശൻ നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ ഇന്ന് സത്യവാചകം ചൊല്ലി അധികാരമേൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുതിർന്ന നേതാക്കളുമൊക്കെ ഈ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാനായിട്ടെത്തും. വലിയ ഒരു ജനതതി തന്നെ തിരുവനന്തപുരത്ത് ഈ കാഴ്ച കാണാൻ വേണ്ടി തടിച്ചുകൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അകലെ ഇരുന്നുകൊണ്ടാണെങ്കിലും ഈ സർക്കാരിന് അഭിവാദ്യം ചെയ്യുന്ന മംഗളാശംസകൾ നേരുന്ന ഒരു വ്യക്തിയാണ് ഞാനും. തീർച്ചയായിട്ടും ഇവിടെ ഒരു ഭരണമാറ്റം അനിവാര്യ വരുന്നു. അത് കോൺഗ്രസിനോ ലീഗിനോ RSPക്കോ RMPക്കോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോ ജേക്കബ് ഗ്രൂപ്പിനോ വേണ്ടി മാത്രമല്ല. കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചിരുന്നു, അർഹിച്ചിരുന്നു. 10 കൊല്ലം നീണ്ട പിണറായിസ്റ്റ് ഭരണം അവസാനിച്ചു. ഇനി അത് നമ്മുടെ ഒരു ദുസ്വപ്നമായിട്ട് നിലനിൽക്കും. അതിനു മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഭരണവും അത്ര മികച്ചതോ മേന്മയുള്ളതൊന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ പിണറായി വിജയനെ വിജയിപ്പിച്ചത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചത്. പക്ഷേ 10 കൊല്ലം നീണ്ടു നിന്ന ഭരണം നിരാശയല്ലാതെ ഒന്നും ബാക്കി വച്ചില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ വീണ്ടും ഭരണമാറ്റം ആഗ്രഹിച്ചത്. അല്ലാണ്ട് UDFൻ്റെ ഭരണത്തിന് കീഴിൽ എല്ലാം ശരിയാവും എന്ന് വിചാരിച്ചിട്ടോ, അഴിമതി ഇല്ലാതാവും എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ മാവേലി നാടുവാണ കാലം ഇവിടെ പുനരുജ്ജീവിക്കും എന്ന് കരുതിയിട്ടുമല്ല.